ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജാക്കലിൻ്റെ BRS എന്ന് പറഞ്ഞിട്ടുള്ള BRS എന്ന് പറഞ്ഞാൽ ബേ റിവർ സർഫ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓഫ് ഷോർ ഫിഷിങ്ങിന് വേണ്ടി നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ബാറാമുണ്ടി അതുപോലെ തന്നെ സാൽമൺ ഫിഷിങ്ങിന് വേണ്ടി വളരെ ഐഡിയൽ ആയിട്ടുള്ള റോഡാണ് BRS എന്ന് പറയുന്നത്. പക്ക സാൾട്ട് വാട്ടർ ഷോർ ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഫിഷിംഗ് മെത്തേഡ് മനസ്സിൽ കണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റോഡാണ് BRS എന്ന് പറഞ്ഞ സീരീസ് റോഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 9.6 മീഡിയം റോഡും അതേപോലെ തന്നെ 10 ഫീറ്റിൽ മീഡിയം ഹെവി റോഡും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ റോഡ് വരുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ BRS എന്ന് പറഞ്ഞിട്ടുള്ള ഷോർ ജിഗിങ് റോഡ് നമുക്ക് വരുന്നത്. ബേ റിവർ ഫിഷ് കണ്ടില്ലേ, ബേ റിവർ ഫിഷ് ഇങ്ങനെ ഒരു റീൽ ബാഗിലാണ് നമുക്ക് ഈ റോഡ് വരുന്നത്. 2 സൈസിലാണ് നമ്മളിത് ടാക്കൽ ടിപ്സിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നീട് നമ്മുടെ എന്താ പറയുക റോഡ് നമ്മൾ നോക്കുമ്പം ഇതാണ് നമ്മുടെ 9 ഫീറ്റ് റോഡ് വരുന്നത്. 9 ഫീറ്റ് റോഡ് നമുക്ക് അത് ഈ റോഡിൻ്റെ ഡിസൈൻ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ് ഡിസൈനിലാണ് റോഡ് വന്നിട്ടുള്ളത്. ആ റോഡ് തന്നെ നമുക്ക് എന്താ പറയുക ഹൈ പ്രഷറിൽ മൈക്രോ മൊഡ്യൂൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ബ്ലാങ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതുമാത്രമല്ല നല്ല പവറും ആയിരിക്കും. നമുക്കിത് 60 ഗ്രാം വരെ 9 ഫീറ്റ് റോഡിൽ 210 ഗ്രാം 9 ഫീറ്റ് റോഡിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. നമുക്ക് 60 ഗ്രാം വരെ കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നീട് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഗൈഡുകൾ ഫിജിയുടെ വളരെ പ്രീമിയം ആയിട്ടുള്ള ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഗൈഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സാൽമണിനൊക്കെ ഫിഷിങ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടാങ്കിൾ വളരെ ഒരു റിസ്ക് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഫിജിയുടെ പ്രീമിയം ഗൈഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ റീൽ സിറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പം ഇതേപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചുള്ള റീൽ സിറ്റിങ് ഫിജിയുടെ ഹൈ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള റീൽ സിറ്റിങ്ങും അതിൽ നമുക്ക് എന്താ പറയുക ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടോട് കൂടി എന്താ പറയുക ഒരു റീൽ ടൈറ്റ് ചെയ്യാനുള്ളൊരു രണ്ട് ലോക്കോട് കൂടിയാണ് നമ്മുടെ റീൽ സിറ്റിംഗ് വന്നിട്ടുള്ളത്. നല്ല രസകരമായ റീൽ സിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഫിഷിങ്ങിൽ എസ്പെഷ്യലി നമ്മുടെ ഷോറിൽ മറ്റുള്ള ആംഗ്ലേഴ്സിൻ്റെ കൂടെ ഫിഷിങ്ങിന് പോകുമ്പോൾ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഡിസൈനുള്ള റോഡും കൂടിയാണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള ഡിസൈൻ റോഡാണ്. പിന്നീട് നമുക്ക് റോഡിൻ്റെ കൂടെ 2 റോഡ് സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്യാരി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുമ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക നല്ല ഒതുക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നീട് അതിൻ്റെ ബോട്ടത്തിലാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ളൊരു ചെറിയൊരു പൗച്ച് കണ്ടില്ല. അപ്പോൾ നമുക്ക് ആ 2 പീസും നമുക്ക് ഒരുമിച്ച് വെച്ച് ഇതേപോലെ വാർപ്പ് ചെയ്യാനുള്ളൊരു റോഡ് ബാൻഡാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കിത് ക്യാരി ചെയ്യാൻ അതുപോലെ സ്റ്റോർ ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റോഡ് ബാഗ് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റോഡിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ 9.6 ഫീറ്റ് വരുന്നത് 210 ഗ്രാം, നമുക്ക് 2.5 ആണ് PE സൈസ് വരുന്നത്. നമുക്ക് ഒരു 30-40 LBയുടെ ലൈൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മാക്സിമം 60 ഗ്രാം വരെ കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നീട് നമ്മുടെ 10 ഫീറ്റ് വരുമ്പം 265 ഗ്രാമാണ് 10 ഫീറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. നമുക്ക് PE 3 വരെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. 80 ഗ്രാം വരെ നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് 10 ഫീറ്റിൽ. അപ്പോൾ 80 ഗ്രാം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമ്മൾ ഷോറിൽ നിന്ന് സാൽമണൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത് 40-60 ഗ്രാമിൻ്റെ ജിഗുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആ 40-60 ഗ്രാമിൻ്റെ ജിഗുകളൊക്കെ വളരെ എന്താ പറയുക കോൺഫിഡൻസോട് കൂടി നമുക്ക് എറിയാൻ പറ്റും. അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസിൽ എറിയാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ 9.6 ഫീറ്റ് അതുപോലെ തന്നെ 10 ഫീറ്റ് റോഡുകൾ ടാക്കൽ ടിപ്സിൽ അവൈലബിൾ ആണ്. ടാക്കൽ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടാക്കൽ ടിപ്സിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള tackletipsin കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. താങ്ക് യു.